Namaste. Greetings to all our dear learners and BPAE 144, Social Policies and Administration. The last two chapters units we are going to take today, that is 12th and 13th. The last two chapters or units, last two units of this course, that is BPAE 144, Social Policies and Administration. Okay. Now, Unit 12, Role of Civil Society Case Studies. In that, community empowerment ഉണ്ട്, ഡെവലപ്മെന്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, സോഷ്യൽ എന്റർപ്രൈസസ്, ഫൈനാൻഷ്യൽ എംപവർമെന്റ്, സാമ്പത്തികമായിട്ട് ബാർ ഫുഡ് കോളേജ്, അതായത് ഓരോരോ കേസ് സ്റ്റഡിയാണ് അതൊക്കെ കേട്ടോ. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, അത് ഓരോരോ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അതെല്ലാം വരുന്നുണ്ട്. പിന്നീട് ഡി അഡിക്ഷൻ സെന്റേഴ്സ് അതും വരുന്നുണ്ട്. നോൺ ഗവൺമെന്റ് NGOs, സോഷ്യൽ ജസ്റ്റിസ് ഫോർ സെക്സ്വൽ മൈനോറിറ്റീസ്, അതായത് സ്ത്രീകളും പുരുഷന്മാരും, ജെൻഡർ ഈക്വിറ്റി കേട്ടോ. റോൾ ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ്, ഫൈറ്റ് അഗൈൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എവിഡൻസ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. കാസ്റ്റ് അറിയാലോ, ഇന്ത്യയിലാകമാനം ലോട്ട് ഓഫ് ഇഷ്യൂസ് ആർ ദർ ആക്ച്വലി. കാസ്റ്റിന്റെ ആ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മുൻഗണന കൊടുക്കുകയും അങ്ങനെയുള്ള പല ഏരിയയിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. Introduction. Ever since the term governance has become the buzzword at all national and international platform. See, governance-ഉം ഗവൺമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഗവൺമെന്റ് ഉണ്ടായാൽ പോലെ ഗവേണൻസും വേണ്ടേ. ഭരണം ഗവൺമെന്റിന്റെ ആയിട്ട് എന്താ കാര്യം? അത് മെജോറിറ്റി ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഭരിക്കാം. അതായത് ടോട്ടൽ MLA അല്ലെങ്കിൽ MP മാരുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ. പക്ഷെ ഗവേണൻസ് എങ്ങനെയാണ്? അവിടെയാണ് ഭരണം, അവിടെയാണ് പ്രാധാന്യം. അതൊരു കമ്പനിയിലെ അങ്ങനെ തന്നെയാണ്. എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക കമ്പനി? സോ എവർ സിൻസ് ദ ടേം ഗവേണൻസ് ഹാസ് ബിക്കം എ ബസ്വേർഡ് അറ്റ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ. എല്ലായിടത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എക്സ്പേർട്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ഹാവ് ബീൻ ലുക്കിംഗ് അറ്റ് ദ പൊട്ടൻഷ്യൽ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആസ് വൺ ഓഫ് ദ കീ പാർട്ട്നേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് അലോങ് വിത്ത് ദ സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ്. ഇൻഫാക്ട് സിവിൽ സൊസൈറ്റി ആക്ടർ ലൈക്ക് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS, അതായത് മസ്ദൂർ തൊഴിലാളികളെ, കിസാൻ കർഷകര്, ശക്തി അവരുടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു അസോസിയേഷൻ പ്ലേഡ് എ വൈറ്റൽ റോൾ ഫോർ ദ എനാക്ട്മെന്റ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അവരാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ. കാരണം ഗവൺമെന്റിന്റെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടില് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇതാണ്. മറ്റേ പ്രാധാന്യം ഇപ്പോൾ ഈവൻ ജസ്റ്റ് 2-3 days ബാക്ക് ദർ വാസ് എ നമ്മുടെ പ്രസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കേരള എല്ലാം ക്യാമറ അതെല്ലാം ഫിറ്റ് ചെയ്യും, അതെല്ലാം പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. ചലാൻ ചെയ്യും, മറ്റേ ഫൈൻ ഇടും, അതിടും, ഇതും. രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ എടുക്കാൻ പാടൂ, അങ്ങനെ ഹെൽമെറ്റ് വേണം, അത് അല്ലെങ്കിൽ ഫൈൻ ഇടും, മുമ്പേ കൂട്ടിയിട്ട് കാണാൻ കഴിയും മറ്റേ ക്യാമറയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ കുഴപ്പം വരണു ഈ വിജിലൻസ് എൻക്വയറി. 2 ദിവസം കൊട്ടിയാഘോഷിച്ച് 3-ാമത്തെ ദിവസം വിജിലൻസ്. എന്താ കാരണം നിങ്ങൾ വായിക്കിയ പത്രങ്ങൾ എന്താണെന്ന്. കാരണം അത് പ്രാക്ടിക്കബിൾ ആണ്, അതായത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അത് അങ്ങനെ തന്നെ കാശ് ചെലവാക്കിയിട്ട് അങ്ങനെ അവിടെ ഡെക്കറേഷൻ പീസുമാരി അങ്ങനെ അവിടെ കിടക്കും. മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. മനസ്സിലായോ? ഉദാഹരണം പറയട്ടെ, നമ്മുടെ സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് മെഷീൻ്റെ ബയോമെട്രിക് ഇന്നത്തെ വരെ അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. എത്ര പൈസ ചെലവാക്കിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും. എന്തുകൊണ്ട്? അത് നിങ്ങൾ ആലോചിച്ചോളൂ എന്തുകൊണ്ട്. അതായത് അത് ഭരണകക്ഷി ആളുകളെ അവരുടെ യൂണിയൻ്റെ അവിടെ അവരാണ് ഭരിക്കുന്നത്, അവരാണ് അവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത്. വേണ്ടെന്ന് പറഞ്ഞു. കാരണം തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോവാം. മനസ്സിലായേ? അപ്പൊ ഈ ബയോമെട്രിക് പഞ്ചിങ്ങിന്റെ അത് പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ മെഷീന് പൈസ ചെലവഴിച്ചാൽ പോരാ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇംപ്ലിമെന്റ് ചെയ്യും വേണം. അതാണ് ഗവേണൻസ്. വെരി സ്ട്രിക്റ്റ്. യു ഹാവ് ടു ഇംപ്ലിമെന്റ് അറ്റ് എനി കോസ്റ്റ്. ചില സമയത്തുണ്ടല്ലോ, അതാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി പറഞ്ഞത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ താഴെ ഉള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ മുഖ്യമന്ത്രിയാണ് ശരിക്കും. അവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കേരളത്തിൽ എവിടെ പറ്റുക? എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല? കാരണം ഞങ്ങളൊക്കെ 9 മണിക്ക് പഞ്ച് ചെയ്തിട്ട് വൈകുന്നേരം 5 മണിക്ക്, അതല്ലെങ്കിൽ
നമ്മളെ എവിടേക്കാ പോണ ഒഫീഷ്യലായിട്ട് അപ്രൂവൽ എടുത്താൽ മതി. ഇതതിനും തയ്യാറില്ല. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും, ക്യാൻറ്റീൻ പോയിട്ടിരിക്കും, ചായ കുടിച്ച് 10 മിനിറ്റ് ആണെന്നെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഇരിക്കും. ഊണ് അരമണിക്കൂറാണെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ എടുക്കും. 5 മണിയാണെന്ന് വെച്ചാൽ 4 മണിക്ക് പെട്ടി അത് മണ്ണ് ഇറക്കിയിട്ട് വണ്ടി പിടിക്കാൻ പോകും. ഇതാണ് ഉത്തരവാദിത്തമില്ലായ്മ. എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? പ്രൈവറ്റിൽ പറ്റുമോ? Suppose if you are working in a company, in a private company, if you are not punching, you will not get salary. Take it from me. ഞാൻ ഉദാഹരണത്തിൽ ഐ ആം ആൾസോ എ കൺസൾട്ടന്റ് ഓഫ് സം കമ്പനി. ഞാൻ ലാസ്റ്റ് ടൈം അവിടെ പോയ സമയത്ത് കൊണ്ട് അനവധി ആളുകൾക്ക് സാലറി കിട്ടിയിട്ടില്ല. എന്താ പറ്റിയറിയോ? പാവം അവരുടെ മിസ്റ്റേക്ക് അല്ല, ഈ പഞ്ച് ചെയ്ത സമയത്ത് ബയോമെട്രിക്കിൽ അവരുടെ ഫിംഗർ പ്രോപ്പറായിട്ട് പതിഞ്ഞില്ല. പക്ഷെ ശമ്പളം ഒരു രക്ഷയില്ല, ശമ്പളം കിട്ടിയില്ല. ചിലർ 7 ദിവസം 8 ദിവസം. എന്താ കാരണം വെച്ചാൽ അവർക്ക് റെക്കോർഡ് വേണം അവിടെ. നിങ്ങൾ വന്നോ പഞ്ച് ചെയ്തോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ ബുദ്ധി? അവർ പറയുന്നത് ഫിംഗർ നിങ്ങൾ വെച്ചാൽ ശരിക്കും തമ്പ് ഇംപ്രഷൻ വന്നില്ലേ വിചാരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യും? ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ആളുകള്, യുവർ ഡ്യൂട്ടി ടു പഞ്ച് പ്രോപ്പർലി ബയോമെട്രിക്കില്. ഇതാണ് പ്രൈവറ്റിൽ ഈ കളിയൊന്നും പറ്റില്ല, ഗവൺമെന്റിൽ പറ്റും. കാരണം അതേമാതിരി ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ചില സമയത്ത്. ഇപ്പൊ തന്നെ ഉദാഹരണം എന്താ പറയണ്ട, ഫയലൊന്നും ക്ലിയർ ആവുന്നില്ല, ഓട്ടോമാറ്റിക് ഫയൽ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങടെ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലേ ഓടും വരെല്ലാം എല്ലാവരും. ഞാൻ ഇപ്പൊ ഒരു രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഡിസിപ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അറിയിക്കുന്നില്ല, കുട്ടിക്കണം പനിഷ്മെന്റ് ആരായിക്കോട്ടെ. അതെന്താ പറ്റുന്ന വെച്ചാൽ ഈ കൊടി പിടിക്കാനും മറ്റൊക്കെ ഇവരൊക്കെ പോകുന്നത് ഓരോരോ പാർട്ടി, എല്ലാ പാർട്ടിയും ഉണ്ട് കേട്ടോ. കൊടി പിടിക്കാനൊക്കെ അവിടെ മീറ്റിംഗ് ഉണ്ടെച്ചാൽ ആളെ അറേഞ്ച് ചെയ്യാനൊക്കെ ഇവരെ പോകണം. പിന്നെ എന്ത് ചെയ്യുക? അവരുടെ പേരിൽ എങ്ങനെ ആക്ഷൻ എടുക്കുക? അങ്ങനെയൊന്നും പറ്റില്ല. ആക്ഷൻ എടുക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ടാക്സ് പേയറുടെ കാശാണ് അതൊക്കെ. അപ്പോ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇത് കാരണം നിവൃത്തിയില്ല. ഈ ആക്ട് എടുക്കുന്ന ആളും ഇതേമാതിരി ചെയ്യുന്നു. തോന്നുമാരി വരും, തോന്നുമാരി പോവും. അതേമാതിരിയാണ്. സപ്പോസ് ഞാൻ പറയുന്നു, ഇത്രയോ വർഷം ഞാനും ഗവൺമെന്റിൽ, ഞാൻ 1 മിനിറ്റ് ഞാൻ ലേറ്റ് ആയിട്ട് ഗവൺമെന്റിൽ വിടും. ഞാൻ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിന് ഞാൻ വരുന്ന സമയത്ത് പോലും ഞാൻ 1 hour ഏർലി ഞാൻ അറിയിച്ചിരിക്കുകയായിരുന്നു സ്റ്റുഡിയോ. മനസ്സിലായോ? അതെന്റെ ജനനത്തിലുള്ള, അതായത് എന്നും 1 മിനിറ്റ് പോലും ഞാൻ ലേറ്റ് ആവില്ല. ഗവൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ 1 മിനിറ്റ് ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വരില്ല, ലീവാണ് അന്ന് അർത്ഥം. അതന്നെ. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് പറ്റുന്നില്ല എന്ന് ഞാൻ ചോദിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തിനാ നമ്മൾ ടോളറേറ്റ് ചെയ്യണേ? ഒന്നാമത് ഈ ടോളറേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ ശരിയായ വിധത്തിലല്ല പോക്ക്. അവൻ ഇവനെ സഹായിക്കി, നീയേ ഞാൻ വരുന്നില്ല, നീ എന്റെ പഞ്ച് ചെയ്യേ, അല്ലെങ്കിൽ നീ പഞ്ച് ചെയ്യേ. ഇത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് പരിപാടികള്? അതേമാതിരി ബയോമെട്രിക് പഞ്ചിങ്ങിന്റെ അതിൽ മണ്ണിടുക, വേറെ എന്തെങ്കിലും നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ട് കൃത്രിമമായിട്ട്. ഇതിന് പനിഷ്മെന്റ് തന്നെ പറ്റുമോ? 2 ദിവസം പിടിച്ചാൽ ഈ ലീഡേഴ്സിനൊക്കെ പിടിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിലേ. ഇപ്പൊ ഞാനും പറയാം ഒരു ഉദാഹരണം കേട്ടോ. തമിഴ്നാട്ടില് മെനി ഇയേഴ്സ് എഗോ ഗവൺമെന്റ് വർക്കേഴ്സ് എല്ലാം എന്തോ സ്ട്രൈക്കിൽ എന്തോ പോയി. ഡോക്ടർ ജയലളിത വാസ് ചീഫ് മിനിസ്റ്റർ. ഇത് കേട്ടോളൂ, ഇതൊരു കേസ് സ്റ്റഡിയാണ്. ജയലളിത വാസ് ലേറ്റ്, ഡോക്ടർ ജയലളിത, ഷീ വാസ് എ ചീഫ് മിനിസ്റ്റർ. She told not to go for the strike and other thing. That will be sorted out. Afterwards, give some time like that. But the union didn't allow. They went on strike. Okay, you go on strike. She terminated hundreds of people. Terminated, not suspended. Terminated the service. This happened some years ago. Just imagine at that time, then what happened? Please remember, not suspended, terminated. If you are not ready to do the job, then better you sit in the house. And you know afterwards, what really happened? They were not getting salary, no service, no facilities. And from where they are going to get food? Children, education, this, allowance, and other medical. So they were sitting one year out in their house. Afterwards, see this newspaper report only. Okay, I don't have any authenticity, but it appeared in the newspaper sometime back. I remember that. And then what happened? New government came. Then afterwards, anyway, again Jayalalitha came.
to power and something. And after 1 year, without asking anybody, by realizing the problem, poverty of these people who were terminated, the service was terminated. And, she told to reinstate them, each and everybody, with the retrospective affair without any service break. And all these people just went there and sought her blessing. Where was the union? Whether union could help them, whether they could provide khana. See, government services means you cannot take it for granted everything, So this is the thing which, Right to Information Act, I already told several times, the role of civil society. നമ്മുടെ 12th 5-year plan, പഞ്ചവത്സര പദ്ധതി 12-17, which civil society as an actor was engaged in identifying challenges of governance in India. ഇന്ത്യയുടെ ഇതിന് പല വിധത്തിലുള്ള എങ്ങനെ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് അസോസിയേഷൻ, അവരുടെ റോള്, NGOs എന്താ ചെയ്യേണ്ടത്, NGOs ഓർമ്മിക്കണം. അനാവശ്യമായിട്ട് NGOs നാട്ടുകാരിൽ നിന്ന് പൈസ അല്ലെങ്കിൽ ഫോറിൽ നിന്ന് പൈസ ഒക്കെ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാണ്ട്, രജിസ്ട്രേഷൻ ഇല്ലാണ്ടൊന്നും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഓരോരുത്തർ പരസ്പരം സഹായിക്കുന്ന ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, സോഷ്യൽ ഇതൊക്കെ വരുന്നുണ്ട്. അതാണ് ഈ യൂണിറ്റിൽ സംസാരിക്കാൻ പോണം. സി കമ്മ്യൂണിറ്റി എംപവർമെന്റ്, ഡെവലപ്മെന്റ് ആൾട്ടർനേറ്റീവ്, സോഷ്യൽ എന്റർപ്രൈസ്. സാമൂഹ്യ സോഷ്യലായിട്ട് എന്തൊക്കെ ചെയ്യുന്ന എന്റർപ്രൈസസ്. സി ഡെവലപ്മെന്റ് ആൾട്ടർനേറ്റീവ്സ്, സോഷ്യൽ എന്റർപ്രൈസസ്. ഡെവലപ്മെന്റ് ആൾട്ടർനേറ്റീവ്, ജസ്റ്റ് നമ്മുടെ അമൂല്, കോപ്പറേറ്റീവ് സെക്ടറിലെ എത്ര സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, സ്ത്രീകളാണ് കൂടുതൽ ജോലി കൊടുക്കുന്നു. ഇന്ത്യ ഹാസ് ബിക്കം ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ വേൾഡ്. എത്ര ആളൊക്കെ അവർ എംപവർ ചെയ്തു. അവരുടെ അപ്പൊ അതൊരു സോഷ്യൽ എന്റർപ്രൈസ് ആയിട്ട് പരിണമിച്ചു. സ്ത്രീകളും എല്ലാവരും ഒരുമിച്ച്, അതായത് സൊസൈറ്റിക്ക് എല്ലാ ഇതും ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്ന വളരെയധികം നല്ല പ്രവർത്തനം. അനവധി പ്രൊഡക്ട്സ് അമൂലിന്റെ നിങ്ങൾക്ക് കാണാമല്ലോ ടിവിയിലൊക്കെ. എസ്പെഷ്യലി വുമൺ ആൻഡ് മാർജിനലൈസ് ഗ്രൂപ്പ്, അങ്ങനെ വളരെ ദാരിദ്ര്യം അനുഭവിച്ച ആളുകളൊക്കെ ഒരു വളരെ സ്റ്റെബിലിറ്റി നന്നായിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ പ്രശ്നമില്ലാണ്ട് വന്നു, എല്ലാം സാമ്പത്തികമായിട്ടൊക്കെ. ഇൻഫാക്ട് ഡെവലപ്മെന്റ് ആൾട്ടർനേറ്റീവ്സ് ഡെവലപ്ഡ് ദ ടെക്നോളജി ആൻഡ് ആക്ഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. ടാര, ടെക്നോളജി ആൻഡ് ആക്ഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്, താര. അക്ഷർ ടിംബ, ഇതെന്താ അറിയോ, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ലിറ്ററസി കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ്. ബേസിക് എഡ്യൂക്കേഷൻ, ഇത് എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക്. അത് റൂറൽ ഏരിയയിൽ പലരും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ദ പർപ്പസ് ഓഫ് ടാര, അക്ഷർ, അക്ഷരം, ഈസ് ടു എംപവർ വുമൺസ് എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ്. സ്ത്രീകൾക്ക് മറ്റു ചില സ്ഥലങ്ങളുണ്ട്, സ്ത്രീകളോട് കുട്ടികളോട്, പെൺകുട്ടികളാണെന്ന് വെച്ചാൽ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. അങ്ങനെ പഠിപ്പിക്കില്ല പലയിടത്തും, പല സ്ഥലത്തും. പക്ഷെ ഇപ്പം അതല്ല, വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവർ വായനയും സ്കൂളിങ് കോളേജിലൊക്കെ അയക്കുന്നുണ്ട്. ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ബേസിക് ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യം, അവർക്ക് അവയർനെസ് കൊടുക്കണം. ലീഗൽ റൈറ്റ്സ്, അവരുടെ ലീഗൽ റൈറ്റ്സ് ഉണ്ട്. എക്സ്പ്ലോർ, ഇൻകം, ജനറേറ്റ്. ലീഗൽ റൈറ്റ്സ് പറയുന്ന ഒരു സംഭവം. പണ്ട് ഹസ്ബൻഡ് മരിച്ച ഭാര്യ സതി സമ്പ്രദായം ഉണ്ടായിരുന്നു, ചെതയിൽ ചാടി മരിക്കുക. പണ്ട് 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 ഇപ്പൊ ഹസ്ബൻഡിനെ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ഉണ്ട് ചിലർ. അതല്ല പറയുന്നത്, കാണാൻ ഡെയിലി പത്രത്തിൽ കാണാമല്ലോ ചിലത്. എല്ലാവരും അങ്ങനെയെന്നല്ലേ ഞാൻ പറയുന്നത് കേട്ടോ. ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, എത്രയോ നല്ല പേരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതും ഉണ്ടല്ലോ, ഡെയിലി പത്രം നോക്കൂ നിങ്ങള്. പക്ഷേ ചിലയിടത്ത് അപ്പൊ ഈ ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സതി സമ്പ്രദായം നിർത്തലാക്കി ഇന്ത്യയില്. പണ്ടങ്ങനെയല്ല, ഭർത്താവ് മരിച്ച, എസ്പെഷ്യലി ഇൻ രാജസ്ഥാൻ, ഭാര്യ അതേ ചെയ്തല്ലേ മരിക്കുന്ന കാര്യം ഒരു കാലത്ത്. ഇപ്പോഴല്ല. എക്സ്പ്ലോർ ദ ഇൻകം ജനറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ നമ്മളെ ഇതൊക്കെ പഠിച്ച്, അക്ഷരം, അഭ്യാസം, ഇതെല്ലാം പഠിച്ച് സ്വന്തം കഴിവ് പ്രദർശിപ്പിച്ച് ജോലി സംഘടിപ്പിച്ച് ജീവിതം കെട്ടിപ്പടുക്കല്. ഫൈനാൻഷ്യൽ എംപവർമെന്റ്, ബാർഫുഡ്. ഇത് എന്താണ് പറയുക, ബാർഫുഡ് കോളേജ് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. തിലോന, രാജസ്ഥാൻ 1972 സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ക്വാളിറ്റി ഓഫ് ലൈഫ്, ആളുകളുടെ ലൈഫിന്റെ അപ്ഗ്രേഡ് പീപ്പിൾ എക്സിസ്റ്റിംഗ് ട്രഡീഷണൽ സ്കിൽ. ഓരോ സ്കില്ല് വളരെ നമുക്ക് ഉണ്ടായവർ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകണം. ത്രൂ എ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ടു എനേബിൾ ദ കമ്മ്യൂണിറ്റി ടു അസ്യൂം റെസ്പോൺസിബിൾ. പണ്ടത്തെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എഴുതിയാൽ മാത്രം മതി, കൈകൊണ്ട് എഴുതുക അല്ലേ. ഇന്നിപ്പോ ഡിജിറ്റൽ അല്ലേ, കമ്പ്യൂട്ടർക്ക് അറിയണ്ടേ, അതന്നെ സ്കിൽ ഡെവലപ്മെന്റ്. സോ പബ്ലിക് അഡ്വക്കസി ഫോർ ജസ്റ്റിസ് ആൻഡ് റൂൾ ഓഫ് ലോ. ഇപ്പോഴറിയാം നിങ്ങൾക്ക്, കോടതിയിൽ പോലും ഓൺലൈനിലൊക്കെയാണ്. കാര്യം മനസ്സിലായില്ലേ?
So for the past 2 decades, the Barefoot College has been engaged in the training rural illiterate and illiterate women and solar electrification. അങ്ങനെ പല പല എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ചില ചില ട്രെയിനിങ് എല്ലാം കൊടുത്ത് സ്ത്രീകളെല്ലാം അത്തരത്തിലുള്ള ചിലയിടത്തൊക്കെ പിന്നെ ചില സ്ഥാപനങ്ങൾ അവരെന്നെ ഇത് സ്ഥാപിച്ച് ഭർത്താവിന്റെ മരണത്തിന് ശേഷം അവരത് ഓടിച്ച് പൈസ കിട്ടി കുടുംബം പുലർത്താൻ വേണ്ടി തുടങ്ങി. അതാണ് ഈ കഥ. ഇപ്പൊ ഇത് അപ്പൊ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, യൂറോപ്യൻ യൂണിയൻ അതിന്റെ ഗൈഡ് ലൈൻസ് ആണത്. അറ്റ് ദ നാഷണൽ ലെവൽ ദ നമ്പേഴ്സ് ഓഫ് സോളാർ ഇലക്ട്രിക് ഇതും ഇതൊക്കെ മേപ്പെട്ട് പോകും. ഇത് വെറും ഒരു പണ്ടത്തെ ഫിഗറാണ് കേട്ടോ. അപ്പൊ സോളാർ എനർജിയിൽ ഫംഗ്ഷൻ നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് സോളാർ ഇതിൽ ഫംഗ്ഷൻ ചെയ്യണം. അങ്ങനെ എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ. ആ ഫിഗർ ഒന്നും ശരിയല്ല. അടുത്ത് റീ അഡിക്ഷൻ, കൃപ ഫൗണ്ടേഷൻ. അതായത് നിങ്ങൾക്കറിയാലോ ചിലവര് മരുന്നിനടിമ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടോ. അപ്പൊ കൃപ ഫൗണ്ടേഷൻ ഇസ് എ നോൺ ഗവൺമെന്റ് NGO അഫിലിയേറ്റഡ് ടു ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഇറ്റ് ഡീൽസ് വിത്ത്, പക്ഷേ ഒരു പ്രവർത്തനം ഇവരുടെ പോരാ കേട്ടോ. ഇപ്പോഴും അതെ ഇതിൽ തന്നെ എത്രയോ, ഈവൻ ഇന്നലെ ഞാൻ പേര് പറയുന്നില്ല, ഇന്നലെ തന്നെ ഇവിടെ കണ്ടു 2 ഫിലിം ആക്ടേഴ്സിന് അവര് തൽക്കാലം ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ചിലർ കുടുങ്ങിയവരുണ്ട്, ചിലവര് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിർത്തലാക്കണം. അത് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യും. ഇത് ഞാൻ പേര് പറയുന്നില്ല, അവരങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ കണ്ടു, ടിവിയിലൊക്കെ എല്ലാം കണ്ടു ഓരോരുത്തർ അങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻഡ് അല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈമിൽ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെയാണ്. സോ ചിലരുടെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ഉണ്ട് ചിലവർക്ക്. ചിലവരുടെ ഓരോരോ വൈറസ് നിങ്ങൾക്കറിയില്ല, ഓരോരോ അസുഖങ്ങൾ ബാധിച്ചതും പറഞ്ഞ ഹെറിഡിറ്ററി, ചിലപ്പോൾ തലമുറയ്ക്ക് മുഴുവൻ ആസ്തമ, അതേമാതിരി പല അസുഖങ്ങൾ, HIV, എയ്ഡ്, അങ്ങനെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഇതേമാതിരി അവരുടെ പ്രസൻസ് 12 ശരി, അതൊക്കെ ഇപ്പൊ മാറി. ഈ ഫിഗർ ഒക്കെ മേപ്പെട്ട് പോകും കേട്ടോ. സിൻസ് one of its core missions is to deal victims of drug abuse. ഈ NGOs ഡ്രഗിലെ അടിമയായ ആളുകളെയൊക്കെ നല്ല വിധത്തിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് റീഹബിലിറ്റേഷൻ അവരെ നന്നായിട്ട് അവരെ പ്രവർത്തിച്ച് അവർക്ക് ഭക്ഷണം ഇതൊക്കെ കൊടുത്ത് അവരെ നല്ല കൗൺസിലിംഗ് ചെയ്തിട്ട് ഇത് ബോംബെയിലും ഗോവയിലും ഇംഫാലും കൊഹീമയിലും ഷില്ലോങ്ങിലൊക്കെ ഇതിന്റെ സ്ഥാപനങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ആൾ ദീസ്, പക്ഷേ ഇത് കൗൺസിൽ ചെയ്യുന്ന ആള് വളരെ ട്രെയിൻഡ് ആയിരിക്കണം കേട്ടോ. ചുമ്മാ അവിടെ ഞാൻ കൗൺസിലർ പറഞ്ഞിട്ട് പോയിട്ട് ഇരിക്കരുത്. So all this rehabilitating, many legal matters are there. അതൊക്കെ അറിഞ്ഞിരിക്കണം. സോ കൃപ ഫൗണ്ടേഷൻ പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നതാണ്, നോൺ NGO ആണത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അനവധി NGOs ഉണ്ട്. There have been several civil society organization, അങ്ങനെ HIV, AIDS ഇതൊക്കെ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ഉണ്ട് ചിലത്. In the ensuing paragraph let us discuss some of the positive. അപ്പൊ അങ്ങനെ എത്രയോ ആളുകളെ സേവനം ചെയ്യുന്നവരുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഫോർ സെക്ച്വൽ മൈനോറിറ്റി പറഞ്ഞാൽ ജെൻഡർ, സ്ത്രീകളുടെ ചിലയിടത്തെല്ലാം കമ്മിയാണ് പോപ്പുലേഷൻ. പക്ഷെ ഈ കേരളത്തിലാണ്, ദാറ്റ് ഇസ് ദ ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഗേൾസ് പോപ്പുലേഷൻ ഇസ് മോർ ഓർ ലേഡീസ് പോപ്പുലേഷൻ മോർ ദാൻ ജെൻസ്. മനസ്സിലായില്ലേ? മറ്റുള്ളിടത്ത് അപ്രകാരമല്ല. ദീസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ പക്ഷെ ഒരു കാര്യം കേരളം കുറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളും അതെ, കുറെ പെൺകുട്ടികളെ മാരേജിന് പോലും ചില ഡിസ്ട്രിക്റ്റിൽ കിട്ടുന്നില്ല എന്നും ചില കംപ്ലൈന്റ് എല്ലാം ഉണ്ടായിരുന്നു പലരും. അപ്പൊ എന്ന് വെച്ചാൽ ഇത് കമ്മിയായിട്ട് വരികയാണ്, ഡിസ്പാരിറ്റി. ചിലയിടത്ത് ഇത് റേഷ്യോ കമ്മിയായിട്ട് വരുന്നുണ്ട് എന്നും കൂടി ഞാൻ പറയട്ടെ. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ 1000 ഏറ്റവും പെൺകുട്ടികൾക്ക് 800, 850 എന്തോ ആണ്. ഇപ്പൊ അതിന്റെ ഗ്യാപ്പ് കമ്മിയായിട്ട് വരികയാണെന്നാ കേട്ടത്, എനിക്കറിയില്ല. ദീസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ മേക്ക് യൂസ് ഓഫ് local resources and functions to identify and fix the social issues. For delivering the services, whether to run addiction center, അതായത് ഇതിനൊക്കെ ഇത് ഉന്മൂലനം ചെയ്ത് അവരൊക്കെ ചിലവർ ഇത് അഫക്റ്റഡ് ആളുകൾ ഷെൽട്ടർ ഹോംസ് അവർ വേറെ താമസിപ്പിച്ച മാത്രമല്ല ഇവരൊക്കെ സമൂഹത്തിൽ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കില്ല. ചിലവരൊക്കെ ക്ഷയം, കുഷ്ഠം, ലെപ്രസി, ഇതൊക്കെ ചിലപ്പോൾ അടുത്തുള്ളവർക്ക് അത് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരിക്കും ചില സമയത്ത്. അപ്പൊ ഇവർക്കൊക്കെ ഷെൽട്ടർ ഹോം, ഇവരൊക്കെ ജീവിക്കാൻ അവർക്കൊക്കെ അവകാശമുള്ളതാണ്. അങ്ങനെ ആരോടും ഒരു വിധത്തിലുള്ളത് ചെയ്യരുത്. നമ്മളെ ജെൻഡർ ആയിക്കോട്ടെ, വേറെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യയിലും. അപ്പോൾ ഗവൺമെന്റും മറ്റു ജനങ്ങളും വളരെയധികം ഇത് ആലോചിച്ച് പ്രവർത്തിക്കണം. അവർക്ക് വന്നത് നാളെ നമുക്കും വരാം, നമുക്ക് വന്നത് അവർക്കും വരാം.
അല്ലാണ്ട് ഇന്ന് ഞാൻ പ്രഭുവാണ് അല്ലെങ്കിൽ നാളെ നമ്മൾ പിച്ചച്ചട്ടി ഇടേണ്ടി വരും ചില സമയത്ത്, മനസ്സിലായില്ലേ? അതാണ് ലോകം. അപ്പൊ ഒന്നും നമുക്ക് പറയാൻ വയ്യ, കാര്യം മനസ്സിലായില്ലേ? കാരണം 3000 അതായത് 3 ലക്ഷം കോടി 2 ലക്ഷം കോടിയൊക്കെ ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത് ഇപ്പോ വട്ടപൂജയാണ്. ഇപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഒന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഷെൽട്ടർ ഹോം, അമേരിക്ക ഞാൻ കണ്ടു ഒരു വലിയ നമ്മുടെ ഫേമസ് ഒരു സിനിമ നടൻ ഷെൽട്ടർ ഹോമിലാണ്. അച്ഛൻ മകൻ പ്രൊഡ്യൂസറാണ്. നമ്മുടെ ഹിന്ദി ബോളിവുഡ് ഫിലിമിന്റെ ഒക്കെ പ്രൊഡ്യൂസറും എന്തൊക്കെയാണ്. അച്ഛൻ ഷെൽട്ടർ ഇതിൽ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്നു, നാട്ടുകാരുടെ കൃപ കൊണ്ട്. മനസ്സിലായോ? ഇങ്ങനത്തെ മക്കളില്ലാതിരിക്കില്ല നല്ലത്. ഏറ്റവും ഒരു അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മക്കളെ അത് മനസ്സിലാക്കാതെ അതേമാതിരി അത് പറയാതിരിക്കുക, ബെറ്റർ നോട്ട് ടു ടെൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലവ് ആൻഡ് അഫെക്ഷൻ വളരെ അതിന്റെ അത് റേഷ്യോ കമ്മിയായിട്ട് വരികയാണ്. എന്തുകൊണ്ടെന്ന് അറിയുന്നില്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം. നമുക്ക് അച്ഛന്റെ പേരിലും തെറ്റോ അല്ലെങ്കിൽ അമ്മയുടെ പേരിലോ അല്ലെങ്കിൽ ആരുടെ പേരിലും എല്ലാം തെറ്റുണ്ടായിരിക്കാം. പക്ഷെ വാല്യൂ സിസ്റ്റം ഇൻ ദ ഫാമിലി ഈസ് ഡിമിനിഷിങ് ആൻഡ് ജോയിന്റ് ഫാമിലി സിസ്റ്റം ഈസ് ആൾസോ ഡിമിനിഷിങ്. യു ആസ്ക് യുവർ സെൽഫ് വൈ. എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ലേ? ചിലയിടത്തൊക്കെ ഈ പഞ്ചാബിലൊക്കെയാണ് ഫാമിലി എല്ലാം ജോയിന്റ് ഫാമിലിയാണ്. അതുകൊണ്ട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഗുണങ്ങളാണ് കൂടുതൽ. ഇവിടെ ചിലപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരാൾക്ക് അസുഖം വന്ന ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആളുണ്ടാവില്ല. ആരുണ്ടാവണം? ആരാ എടുക്കണം? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ജോയിന്റ് ഫാമിലി അങ്ങനെയല്ല. ഇതെല്ലാം കഥ അതില്ലെങ്കിൽ ഇത് അവരൊക്കെ എല്ലാം ഷെയർ ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ. അവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ഈ മിടുക്കന്മാരാണെങ്കിൽ അങ്ങനെയാണ് പറഞ്ഞ പഠിക്കണം. നമ്മളെ ചില സമയത്ത് അനുഭവിക്കും. ചില സമയത്ത് കാര്യങ്ങൾ എന്തെന്നറിയാം, നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ ദോഷം. വേണ്ടൊന്ന് സുഡാനിന്ന് സുഡാൻ എന്ന് വന്ന കപ്പലിൽ എന്തൊക്കെ വന്നിട്ട് കണ്ടു ആളുകൾ. ഞങ്ങൾ എത്തി, അത് അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി, അതാ കണ്ടു. ശരിയാണ്, സമ്മതിച്ചു. ഇവിടെ ആർക്കും ജോലി ചെയ്യാനും വയ്യ, ഒരാൾക്കും ജോലി ചെയ്യാനും വയ്യ. ഇപ്പൊ മനസ്സിലായില്ലേ? ഐ ആൾസോ ഗോട്ട് മെനി ഫോറിൻ അസൈൻമെന്റ്സ് വെൻ ഐ വാസ് യങ്. When I was working in Bombay, I got a lot of even visa, everything. My good friend, he sent from Saudi Arabia at that time, 1976, 77, 70, continuously. And I didn't go. I told that, no, water service and I will provide in our country only. മനസ്സിലായോ? അപ്പൊ സാധിക്കുന്നത്, നമ്മളാ സാധിക്കുന്നത്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യണു. നിങ്ങൾക്ക് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ഐ ആം ഷെയറിങ് മൈ നോളജ് വിത്ത് യു വിച്ച് ഈസ് എ നോബിൾ കോസ്. മനസ്സിലായോ? അപ്പോ യു ആർ ദ ഫ്യൂച്ചർ ബ്രൈറ്റ് സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിലോ ആ രാജ്യത്തിന് സേവനം ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് അതിൽ മീത് യാതൊന്നും ഇല്ല. മനസ്സിലായി? അല്ലാണ്ട് പണം പ്രതാപമല്ല. നിങ്ങൾ പോയി അവിടെ പോയിട്ട് കുറെ പൈസ ഉണ്ടാക്കിയതൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ചെറിയ നമ്മളെ ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ ജോലി പഠിപ്പ് നിർത്തിയിട്ട് ഞാൻ എഞ്ചിനീയറെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയ എന്താ സ്ഥിതി? അതായത് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്തെങ്കിലും പഠിച്ചിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒരു മിനിറ്റ് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങളത് വിടുകയും ചെയ്തു. എന്നിട്ട് ഇവിടുന്നാണ് പോയി. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ എഞ്ചിനീയറെ പറഞ്ഞ നിങ്ങൾ എന്ത് എയറോനോട്ടിക്കൽ ഇതാണ് ചെയ്യുക അവിടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പലരും പോകുന്നില്ലേ? എസ്പെഷ്യലി ആരും നമ്മൾ പറയുന്നില്ല, പ്രത്യേക ചില ഏരിയാസ്. ഇപ്പൊ UK അല്ലെങ്കിൽ USA പോണ സമയത്ത് ക്വാളിഫൈഡ് സ്കില്ലുള്ള ചില ആളുകളായിരിക്കും ചില സമയത്ത്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല. അപ്പൊ വൈ ഡോണ്ട് യു വർക്ക് കോൺട്രിബ്യൂട്ട് ഇൻ അവർ ഓൺ കൺട്രി? ഞാൻ ചോദിച്ചാ ജോലി കിട്ടുന്നുണ്ടോ? ജോലി കിട്ടിയിട്ടല്ല. അപ്പൊ ഞാനൊക്കെ ജോലി ചെയ്യുന്നത് ജോലി ആരെങ്കിലും തന്നിട്ടാണോ? അല്ലല്ലോ. പ്രയത്നിക്കണം, കഠിനാധ്വാനം ചെയ്യണം, അതിന് പഠിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനും അതെ, ഗവൺമെന്റിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഞാൻ VRS എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഹൗ ടു, എൻ്റെ ഒന്നും സേവിങ് ഇല്ല. എല്ലാം ഞാൻ ഓരോരുത്തർക്കും നാട്ടുകാർക്കും ഒക്കെ സഹായം ചെയ്തിട്ട് എൻ്റെ ഒന്നുമില്ല. ഈവൻ ഗ്രാറ്റുവിറ്റി ഇതൊക്കെ പോലും ഓരോരുത്തർക്കും ഞാൻ കൊടുത്തു. എൻ്റെ ഒന്നുമില്ല ജീവിക്കാൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മാർക്കാണായിരുന്നു. എന്താ ഇനി ചെയ്യുക? ഏത് സെൻട്രൽ ഗവൺമെന്റ് ഹൈ പോസ്റ്റ് ഹൈ സാലറി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഞാൻ പക്ഷെ കഴിയുന്നത് മറ്റുള്ളവരെ സഹായിച്ചാൽ അവർക്ക് വീടില്ല, മറ്റുള്ളത് പോലെ നമ്മൾ സഹായിച്ച് ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുത്തു, അങ്ങനെ വെച്ച് കൊടുത്തു. എനിക്ക് ഇതിപ്പോഴും ഞാൻ വാടകയിൽ താമസിക്കുന്നു. മനസ്സിലായോ?
പക്ഷെ എങ്കിലും എനിക്ക് ആനന്ദമാണ്, മറ്റുള്ളവരെങ്കിലും ജീവിക്കട്ടെ നന്നായിട്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ പറയാൻ പോകുന്നത്, ഈ 58 വയസ്സിൽ അല്ലെങ്കിൽ 56 വയസ്സിലോ ഞാൻ VRS എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ എന്താണ് ഞാൻ ചെയ്യാന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. തമാശയ്ക്ക് മിസ്സിസ് ചോദിച്ചു എന്നോട്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ആഫ്റ്റർ സബ്മിറ്റിംഗ് ദ റെസിഗ്നേഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്? നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാന്ന് പറഞ്ഞു ഞാൻ തമാശയ്ക്ക്. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് ദൈവം സഹായിച്ചിട്ട് റെസ്റ്റ് ഇല്ല. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ വിത്തിൻ 15 to 20 minutes I have got another 2 hours online class for some other course. അങ്ങനെ പോകുന്നു നമ്മുടെ ജീവിതം. ഇതുവരെ ഞാൻ റെസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല 18 വയസ്സ് മുതൽ ഇതുവരെ. അതാണ് പറഞ്ഞത്, നമ്മളെ അവിടെ പോയാലേ ജോലി കിട്ടും, ഇവിടെ പോയാലേ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതേമാതിരി നൈജീരിയയും ഗിരിയിലും പോയിട്ട് അവിടെ പോയി കിടക്കും. ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഓരോന്നോരോ തരണം ചെയ്യണം. എന്തെല്ലാം പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. നമ്മൾ കഴിയുന്ന നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഡോക്ടർ അബ്ദുൽ കലാം, അയാൾക്ക് എത്ര ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു? അവന് 40ഓളം ഞാൻ എണ്ണീയിട്ടുണ്ട് അയാളുടെ ഡോക്ടറേറ്റ്. Of course, I had an opportunity to work in DRDO when he was a scientific advisor to the Prime Minister. ഞങ്ങളുടെ ചെയർമാനായിരുന്നു. അയാൾ എന്താ ചെയ്യുന്നു? പൊറലൊന്ന് പോത്ത് ഈ എത്ര ഓഫർ അയാൾ കിട്ടിയിട്ടുണ്ട്, അയാൾ പോയിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? അതേമാതിരി ഈ അനദർ പേഴ്സൺ, വെരി എമിനന്റ് പേഴ്സണാലിറ്റി, പ്രൊഫസർ MGK മേനോൻ. ഇത് നിങ്ങൾക്ക് പ്രചോദനം ചെയ്യുന്നതാണ്, പക്ഷെ നിങ്ങൾ കേൾക്കില്ല. ഞാൻ പറയുന്നത് ഇവിടെ നിന്നാ ജോലി ദൈവം തരില്ല, നിങ്ങൾ ഉണ്ടാക്കണം. അതന്നെ ദൈവം തരില്ലല്ലോ. നമ്മൾ ബാധി, ദൈവം ബാധി. അതന്നെ നിങ്ങൾ 50% ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ? അപ്പൊ കിട്ടും. അതന്നെ ഞാൻ പറയുന്നത്. പ്രൊഫസർ MGK മേനോൻ എന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിട്ട് അയാളാണ് സൈൻ ചെയ്തത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സയന്റിസ്റ്റ് എവർ ഇന്ത്യ പ്രൊഡ്യൂസ്. മനസ്സിലായോ? അതായത് ആഫ്റ്റർ ഭൂമി ബാബ. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഞാൻ കഥ പറയാൻ എനിക്ക് സമയമില്ല. അയാൾ അതെല്ലാം വിട്ടിട്ട് ദെൻ ബാബ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ത്യയിൽ നമുക്ക് കുറെ സയന്റിഫിക് എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാബയാണ് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെയാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആൻഡ് സോ മെനി ഹെവി വാട്ടർ പഞ്ചായത്ത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവരൊക്കെയുള്ളപ്പോഴാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ്. അവിടെ അമേരിക്കയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളെ ആ ശമ്പളമൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്ത്. അതാണ് ഇന്ന് കാണുന്ന ഇന്ത്യ. അല്ലാണ്ട് ഇന്ന് 4 കൊല്ലത്തിലോ 5 കൊല്ലത്തിലോ ഉണ്ടായതല്ല ഇന്ത്യ. എത്രയോ ആളുകളുടെ പ്രയത്ന ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ. മറക്കരുതേ. അതാണ് ഞാൻ പറയുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ എത്ര വർഷമായി നമ്മുടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് വിച്ച് ദ ഫാസ്റ്റ് പബ്ലിസിറ്റി അണ്ടർടേക്കിംഗ് ഇൻ ഇന്ത്യ അതൊക്കെ സ്ഥാപിച്ചു എത്ര അല്ലേ. അപ്പോ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇതുണ്ട്, ജോലി ചെയ്യാൻ അത് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ നാളെ കിട്ടും. ഞാൻ എല്ലാ വിദ്യാർത്ഥികളോട് അതാ പറയാ. പക്ഷേ ഇവിടെ ഞാനൊരു പോയിന്റ് പറയട്ടെ. പഠിച്ചാൽ മാത്രം പോരാ, എംപ്ലോയ്മെന്റ് വൃത്തിയായിരിക്കണം. പഠിക്കുന്നത് ആരൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാവരുത്, ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതിനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതിനെ കഷ്ടപ്പെടണം, വായിക്കണം, അങ്ങനെ ഇങ്ങനെ. അത് എന്താ പറയണ്ടേ, അത് നിങ്ങൾ ആരും കഷ്ടപ്പെടുന്നില്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് വർത്തി ആയിരിക്കണം. അപ്പോൾ there are lot of lack on a gap that you have to fill up. That's all. Then according to ഞാൻ ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്. I was in the recruitment, more than 7,000 to 8,000 people I recruited in the central government when I was member secretary, HR head and other thing. ഓരോരുത്തരോട് ഇന്റർവ്യൂ ചെയ്തിട്ട് എന്നുള്ള പരിജ്ഞാനം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. വേണം നിങ്ങൾക്ക് സ്വീകരിക്കാം, വേണം റിജക്ട് ചെയ്യാം. സോ സെക്സൽ മൈനോറിറ്റീസ് ആർ, അതായത് സ്ത്രീകൾ ചിലയിടത്ത് കമ്മി ഉണ്ട്. അതായത് അതെന്റെ കാര്യമാണ്, അതൊക്കെ ചില സ്റ്റേറ്റിലൊക്കെ ഉണ്ടത്. അപ്പൊ എല്ലാവർക്കും ഡിഗ്നിഫൈഡ് ലൈഫ് വേണം. സ്ത്രീകൾക്കും അത് പരിഗണന കൊടുക്കണം സമൂഹത്തില്. അവർ ചില സമയത്തുണ്ടല്ലോ, അവർ വീട്ടിലത്തെ പണി മാത്രം ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുവരാൻ മാത്രം, അങ്ങനെയൊക്കെയുള്ള ചിലതുണ്ട്. അതൊന്നും പാടില്ല. എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ്. എല്ലാവർക്കും പരിഗണന കൊടുക്കണം. അതന്നെ, ഇൻജസ്റ്റിസ് പാടില്ല. സോ ഒരു കാൽവേ ദേവി പറഞ്ഞ ഒരു സ്ത്രീ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, പിന്നെ അങ്ങനെ പലയിടത്ത് എന്തൊക്കെ പഠിച്ച് അതേമാതിരി
സ്റ്റാർട്ടഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് പഠിച്ച് കുറച്ച് സ്കില്ലെല്ലാം ഉണ്ടാക്കി സ്വന്തം പ്രയത്നത്തിലൂടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ആ ജീവിതത്തിന്റെ സക്സസ് സ്റ്റോറി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG. അപ്പൊ ഗവൺമെന്റ് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ചില ഇപ്പോഴും ഉണ്ടല്ലോ മുദ്ര ലോൺ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്ററുടെ ഉണ്ടല്ലോ. അതൊക്കെ അവൈൽ ചെയ്യുക, എല്ലാം അറിയണം. അത് അങ്ങനെ എവിടേക്ക് ഗവൺമെന്റ് കൊടുക്കണം. പക്ഷെ ഓർമ്മിക്കുക, ലോൺ എടുക്കുമ്പോൾ വളരെ ആദ്യം നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഏതെല്ലാം പൈസ കിട്ടും, അങ്ങനെ ഗവൺമെന്റിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, അതാണ് ഇൻട്രസ്റ്റോട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടും ചിലപ്പോൾ തെറ്റിപ്പോവും ചില സമയത്ത്. കാരണം അത് കൊടുക്കണ റെമിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പൊ നമുക്ക് സ്മോൾ ചെറിയ ചെറിയ പോൾട്രി ഫോം അതേമാതിരി പലതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പലതും ഷീ വാസ് വൺസ് കെപ്റ്റ് ഔട്ട് ഓഫ് ഫാമിലി ലീഡർഷിപ്പ് റോൾ. അങ്ങനെ ഈ സ്ത്രീയുടെ അതായത് കല്യൂ ദേവി, മനസ്സിലായില്ലേ, അവരുടെ കഥയാണ് പറയുന്നത്. ഒരു കേസ് സ്റ്റഡിയാണ് എങ്ങനെ അവർ സക്സസ് ആയ ജീവിതത്തിൽ വിദ്യാഭ്യാസം. പിന്നെ ലക്ഷ്യ ട്രസ്റ്റ് ഫൗണ്ടഡ് മാനവേന്ദ്ര സിംഗ് ഗോഹിൽ, person royal lineage who publicly declared the homosexual, ഇതിന്റെ വെച്ചാൽ ലെസ്ബിക്, ബൈസെക്ച്വൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ HIV AIDS പ്രിവെൻഷനും അതിനെ പറ്റിയുള്ള പരിഗണിക്കുന്ന ഒരു ട്രസ്റ്റാണ്. അവർ സഹായം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇത് മാത്രം ബാക്കി വായിക്കുക. അത് അനവധി ആളുകളെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വഡോദര പറഞ്ഞ ബറോഡയാണ്, സൂററ്റിലെ, രാജക്കോട്ട്, സ്ഥലങ്ങളിൽ ഓരോ ഇതൊക്കെ ഉണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ യൂസേജ് ഓഫ് ദ കണ്ടംസ്, അതേമാതിരി അത് കഴിഞ്ഞ് റിഡ്യൂസ് ഇൻസിഡൻസ് ഓഫ് സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, പ്രൊമോട്ട്. നമ്മുടെ ഈ കേരളത്തിലെ ഉണ്ട് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. പിന്നെ പ്രൊമോട്ട് ട്രീറ്റ്മെന്റ് ഓഫ് STA ടു എംപവർ. ഇത് വായിക്കുക, ഇവർ ചെയ്യുന്ന ഓരോ കടമ ഇതാണ്, എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അടുത്ത ഹംസഫർ ട്രസ്റ്റ്. ഇത് മുംബൈയിലാണ്. ഇത് നമ്മുടെ ട്രാൻസ്ജെൻഡറിന്റെ 1994 ഇത് സെറ്റപ്പ് ചെയ്തത്. അത് അതേമാതിരി സുപ്രീം കോടതിന്റെ പല പല ഗൈഡ് ലൈൻസ് പ്രകാരം ഈ ആളുകളെ വളരെയധികം അബ്യൂസ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്താൻ വേണ്ടി ഗവൺമെന്റിന്റെ കോടതി തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ഥാപിച്ച പല സ്ഥാപനങ്ങൾ ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടും ജുഡീഷ്യറി, ലെജിസ്ലേറ്റർ, പൊളിറ്റീഷ്യൻ, ഗവൺമെന്റ് ഏജൻസി, മീഡിയ, സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, ഇവരെല്ലാം ഇവർക്ക് ഈ ട്രസ്റ്റില് വളരെ എല്ലാം സേവനം ചെയ്യുന്നുണ്ട്. പല ഇത്തരത്തിലുള്ള ആളുകളെ മുൻനിരയിൽ കൊണ്ടുവരാൻ വേണ്ടി. ദി ഒബ്ജക്റ്റീവ് ഓഫ് സച്ച് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, പല ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രസിഡന്റ് ലീവ്, അവർക്ക് പൈസ ഉണ്ടാവില്ല. ഈ എന്താ പറയണ്ടേ, സാലറി ഓരോരോ സിറ്റിങ്ങിന് 20 ലക്ഷം 30 ലക്ഷം വാങ്ങുന്ന നമ്മുടെ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഒക്കെ ഉണ്ട്. അവർക്ക് 10 പൈസ പോക്കറ്റിൽ ഉണ്ടാവില്ലേ, മനസ്സിലായില്ലേ? ഒരു സിറ്റിങ്ങിന് 20 ലക്ഷം വാങ്ങുന്നു. നമ്മുടെ ഉണ്ട്, പേര് പറയുന്നില്ല. ഓക്കെ, ഒരു സിറ്റിംഗ് ചില സമയത്ത് 10 മിനിറ്റ് ആയിരിക്കും, അതിനാണ് 20 ലക്ഷം. ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും. കാരണം ചിലപ്പോൾ അത് മറ്റേ പാർട്ടി വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ സിറ്റിങ്ങിന് 20 ലക്ഷമാണ് വേണമെന്നുണ്ടെങ്കിൽ മതി. ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇതൊന്നും സാധുക്കൾക്ക് പറ്റില്ലല്ലോ. ക്രൈസിസ് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, മെന്റൽ ഹെൽത്ത്, നമ്മുടെ സമാധാനപരമായ പിന്നെ ന്യൂട്രീഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇവരൊക്കെ സഹായിക്കുന്നതാണ്. അടുത്ത് ഫൈറ്റ് അഗൈൻ കാസ്റ്റ്. ഇവിടെ ഞാൻ ബാക്കി നിങ്ങൾ വായിക്കുക, ഒറ്റ കഥ ഞാൻ പറയട്ടെ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഭയങ്കരമാണ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അതെ എന്ത് ഫണ്ടമെന്റൽ റൈറ്റും എന്തുണ്ടെങ്കിലും ശരി, ഇപ്പോഴും നമ്മുടെ മനസ്സൊന്നും അത് നീക്കം ചെയ്യുന്നില്ല. അവൻ SC ആണ്, അല്ലെങ്കിൽ ST ആണ്, അല്ലെങ്കിൽ OBC ആണ്, അല്ലെങ്കിൽ ഞാൻ വലുതാണ്, മറ്റുള്ളവർ താഴെയാണ്. അല്ല 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 അല്ല, ആരും വലുതല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ കോവിഡ് സീസണിൽ ആരാണ് ചത്തപ്പ കുഴിച്ചിടാനുണ്ടായിരുന്ന ആളുകൾ നമ്മൾ മരിച്ച സമയത്ത്? ഒറ്റ കുട്ടി ടച്ച് ചെയ്യാൻ, ബോഡി ടച്ച് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? ഇവൻ ഒരു സ്ഥലത്തും അവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നില്ല. ഇവന് അപ്പൊ എന്താ പറയണ്ടേ, ഈ കാസ്റ്റ് റിലീജിയൻ എന്തിനു വേണ്ടി കളിക്കുന്നുണ്ടല്ലോ. നമ്മളിതൊക്കെ എന്താ പറയണ്ട, അവസാനം ഉണ്ടല്ലോ, ഇത് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ ആ കാസ്റ്റാണ് ഇല്ല. പക്ഷെ ഒരു കാര്യം, ഇത് അതിഭയങ്കരമാണ് പല സ്റ്റേറ്റിലും. ഠാക്കൂർ, ക്ഷത്രിയ, അത് ഇത് ഗുജറാത്ത്, ഇതേമാതിരി ഓരോരോ കാസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. കാസ്റ്റിൻ്റെ ചില സമയത്ത് കർണാടകയിലുണ്ട്, ഗുജറാത്ത് ഇവിടെ ഉണ്ട്, നമ്മുടെ തമിഴ്നാട്ടിലുണ്ട്, ഇവൻ കേരളത്തിലുണ്ട്. ഒട്ടും മോശമൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇത് എന്താ പറയണ്ടേ, ഹരിയാന, ഇങ്ങനെയുള്ള സ്ഥലത്തുണ്ട്. അപ്പൊ അവരാണ് ഈ പ്രാവീണ്യം, ഞാനാണ് വലുത്, നീയാണ് വലുത്, താക്കൂർ മറ്റേതൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇതൊന്നും നിർത്തുക. ഇതൊക്കെ പരിപാടികളൊന്നും പണ്ടുണ്ടായിരുന്നു. അവരാണ് ഭരിക്കുന്നത് ഒരു വില്ലേജോ അല്ലെങ്കിൽ ഇതൊക്കെ പഞ്ചായത്തൊക്കെ.
അപ്പൊ അവരുടെ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യണം. എല്ലാവരും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല, അട്രോസിറ്റി അവർ ഉപദ്രവിക്കരുത്. അങ്ങനെയുള്ള SC ST ആയിക്കോട്ടെ അവർക്കൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാസ്റ്റ് ബേസിസിൽ കില്ലിംഗ് ഉണ്ട്, കൊല്ലല്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, വേറൊരു കാസ്റ്റ് നിന്ന്. ചിലയിടത്ത് മരണം നിശ്ചയം, പുത്രം വായിക്കും. വിടാനല്ല, അവരുടെ വീട്ടിലത്തെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു കാസ്റ്റ് നിന്ന് വേറൊരു കാസ്റ്റ് നിന്ന് കല്യാണം കഴിച്ചാൽ ചില സമയത്ത് എത്രയോ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. പേരൊന്നും പറയുന്നില്ല, കാരണം അത് പറയാൻ പറ്റില്ല, കാരണം ആൾ ഇന്ത്യ ബേസ്ഡ് ടെലികാസ്റ്റാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇതൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഇപ്പൊ പുസ്തകത്തിലുണ്ടായാൽ മാത്രം പോരാ, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണ്ടേ. എന്തിനാണ് അത് പറയുന്നത്? ഇതെല്ലാം നമ്മൾ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാസ്റ്റിന് വേണ്ടിയിട്ടോ റിലീജിയന് വേണ്ടിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കരുത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോ കില്ലിങ്സ്, എത്രയോ കില്ലിങ്സ് ഉണ്ട്, മരണങ്ങൾ. ഇത് എത്രയോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക, എന്താ പറയുക, ആ ഇതൊന്നും കല്യാണം കഴിച്ചു, ഇല്ലെങ്കിൽ ഇതൊന്ന് കല്യാണം കഴിച്ചു, ഞങ്ങളുടെ വില്ലേജ് ഒന്ന് കല്യാണം കഴിക്കണം, മറ്റേ വില്ലേജ് ഒന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവസാനം ഇത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാടില്ല. അതന്നെ കൺക്ലൂഷൻ ഇൻ ദിസ് യൂണിറ്റ്. ഞാൻ പറയുന്നത് എന്തിനറിയോ, ഇപ്പോഴും ഇതൊക്കെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടിട്ടും കണ്ടിട്ട് എന്റെ ചെവി പൊട്ടി. ഇതെല്ലാം കേട്ട് 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 സങ്കടം തോന്നി ചില സമയത്ത്. പറയട്ടെ ഞാൻ എന്താന്ന്. ഒരു ദിവസം എൻ്റെ സമയമില്ല, അതുകൊണ്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഇപ്പം MBA അത് പഠിക്കുന്ന സമയത്ത് ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ തമാശക്ക് അവനോട് പറഞ്ഞു, പിന്നെ എന്താ താൻ വിവാഹം ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം പറയില്ല, പേരും പറയുന്നില്ല, കാരണം ചിലപ്പോ, പക്ഷെ വാസ്തവമാണ് ഉണ്ടായത്. ഞാൻ ഹൈദരാബാദിലുള്ള സമയത്ത്, നീ എന്താ വിവാഹം ചെയ്യാത്തതെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോഴോ എന്ത് പിന്നെ കഴിക്കാത്ത? പറഞ്ഞു, ഞങ്ങൾക്കൊരു ഇതുണ്ട്, ട്രഡീഷൻ, ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് മാത്രമേ കഴിക്കാൻ പാടൂ. പക്ഷെ എൻ്റെ വില്ലേജിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളതോ അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു പെൺകുട്ടി പോലും കിട്ടാൻ എനിക്കില്ല. അപ്പോ അതായത് വിദ്യാഭ്യാസ ആ വില്ലേജിലെ, ഞാൻ ആ വില്ലേജിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് അവര് പെൺകുട്ടികളും ക്വാളിഫൈഡ് എന്നല്ല, പെൺകുട്ടികളും വളരെയധികം ക്വാളിഫൈഡ്. പക്ഷെ ചില സ്ഥലങ്ങളില്, അപ്പൊ ഞാൻ മാത്രമല്ല, അവിടെ നിർബന്ധമുണ്ട്, അവിടെ നിന്ന് കല്യാണം കഴിക്കാൻ പാടും ആ വില്ലേജിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചില്ലെങ്കിലോ? ജീവിത അവസാനം വരെ അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണ്. ദയവ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ് സ്ഥിതി എനിക്കറിയില്ല. അപ്പോ 10-15 വർഷം മുമ്പേ നടന്ന സംഭവമാണത്. അല്ലെങ്കിൽ നമ്മളോട് ഒന്നും സഹകരിക്കില്ല, നമ്മുടെ കുടുംബത്തിനെ ബോയ്ക്കോട്ട് ചെയ്യും. ഇങ്ങനെ എപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊന്നും ശാശ്വതമല്ല, പാടില്ല. It is understood that in the governance matrix, the role of civil society actors cannot be denied. Indeed, their role is much needed to create a meaningful democracy as enshrined in our constitution. മനസ്സിലായില്ലേ? അപ്പോ ഭരണഘടനയിൽ എല്ലാവർക്കും ഈക്വൽ ആണ്. അടുത്ത the last unit, block 4, social entrepreneurship. Evaluation of social entrepreneurship, defining social entrepreneurship, characteristics of social entrepreneurship, dimension of social entrepreneurship, Indian context, social. അതായത് നമ്മൾ സാമൂഹ്യം നോക്കൂ, നമ്മുടെ കുടുംബശ്രീ ഇല്ലേ, ഇവിടെ അയൽക്കൂട്ടല്ലേ, ഇത് സോഷ്യൽ ആയിട്ടുള്ള എന്റർപ്രൈസ് അല്ലേ, മറ്റുള്ളവർക്ക് അവർ ഗുണം ചെയ്യുന്നല്ലേ ഇതൊക്കെ. നമ്മുടെ കുടുംബശ്രീ ഇപ്പൊ കണ്ടു, വാട്ടർ മെട്രോയിൽ ഓടിക്കുന്നവരാണ് ഇവിടെ ഉണ്ട്. നമ്മുടെ കൊച്ചി മെട്രോ, എത്രയോ ആളുകൾ കുടുംബശ്രീ, അവരുടെ ഭക്ഷണം, അതേമാതിരി എത്രയോ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുടെ. അപ്പൊ ഇതൊക്കെ സോഷ്യൽ എന്റർപ്രൈസ് അല്ലേ? ഇത് സമൂഹത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരല്ലേ ഇവരൊക്കെ, അല്ലേ? അല്ലാണ്ട് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ അവരവിടെ അച്ചാർ ഉണ്ടാക്കേണ്ട, വേറെ എന്തൊക്കെ പലതും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കാണാൻ ചപ്പാത്തി, എന്തൊക്കെ പലതോ കാര്യങ്ങളും, ഫുഡ് ഐറ്റംസ് എന്തെല്ലാം അവർ വിൽക്കുന്നുണ്ട്. അവർ കുടുംബശ്രീ ഹോട്ടൽസ് ഉണ്ട്, വളരെ നല്ല അവരെന്നെ പാകം ചെയ്യുന്ന, കാരണം ഹോംലി ഫുഡ് കേട്ടോ. അപ്പൊ ഇതൊക്കെ സോഷ്യൽ എന്റർപ്രൈസ് തന്നെയല്ലേ ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ വിത്ത് ദി എയിം ടു ടാക്കിൾ സോഷ്യൽ പ്രോബ്ലം ലൈക്ക് പോവർട്ടി. അതായത് എന്തിനാണ് ഇതൊക്കെ? കുടുംബത്തിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവില്ല, സ്ത്രീകളാണ്, അവർക്ക് പോവർട്ടി, മക്കളെ നോക്കണം, ഇല്ലിറ്ററേസി. ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് അസുഖമുള്ളവരുണ്ടാവും, ചിലപ്പോഴേ ഇൽ ഹെൽത്ത്, അച്ഛനും അമ്മയ്ക്കും അസുഖം വരില്ലേ? എല്ലാം ഹസ്ബൻഡ് ഇത് മേടിക്കാൻ പറ്റുമോ? ഹസ്ബൻഡിന് ഭാര്യയും കുട്ടികളും നോക്കണം എന്നല്ലേ ചിലപ്പോൾ ഉണ്ടാവൂ. എല്ലാവരും നോക്കാൻ പറ്റും ചിലപ്പോ. ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ അച്ഛനൊക്കെ അസുഖമുള്ളവരുണ്ടാവും ചില സമയത്ത്. അങ്ങനെ പലതും.
പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഡിസബിലിറ്റി, എക്കോളജിക്കൽ ഡാമേജ് ആൻഡ് കറപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടമാനം ഓബ്ലിഗേഷൻ ഉണ്ട് ജീവിതത്തിൽ കേട്ടോ. വി ആർ റെസ്പോൺസിബിൾ ടു സോ മെനി പീപ്പിൾ. അതാണ് ഞാൻ ന്യൂക്ലിയർ ഫാമിലിയാണ്, സ്വന്തം കാര്യം സിന്ദാബാ എന്ന് വെച്ചാൽ ഇല്ലേ, അങ്ങനെ വരും ചില സമയത്ത്. അത് പാടില്ല. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാവുമ്പോൾ അതിൽ ഒരു പുഷ്പമിടാൻ പോലും ആളുണ്ടാവില്ല. അതാണ് കാര്യം. ഈ സ്വന്തം കാര്യം സിന്ദാബാദ് ചില സമയത്ത് മനസ്സിലായില്ലേ? എത്രയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സദാം ഹുസൈനൊക്കെ മരിക്കുന്നത് എന്തായിരുന്നു സ്ഥിതി നോക്കൂ, എന്തായിരുന്നു? ലോകത്തിൽ എത്ര വലിയ ആളായിരുന്നു അല്ലോ. അയാളുടെ പ്രതിമ കീപ്പെട്ട് വീഴ്ത്തുന്നതും ബുഷ് പ്രസിഡന്റ് ആയിരിക്കണ സമയത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഡിസബിലിറ്റി, എക്കോളജിക്കൽ ഡാമേജ്. പിന്നെ എക്കോളജിക്കൽ ഡാമേജ് കണ്ടമാനം നടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും, അത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിപ്പോ നമ്മുടെ എന്താ ഈ നമ്മുടെ വേസ്റ്റ് ഇതെല്ലാം കൊണ്ടുപോകുന്നതും പിന്നെ കടല് കരയെടുക്കുക, അവിടെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ലാൻഡ് സ്ലൈഡ്, ഡീഫോറസ്റ്റേഷൻ, കറപ്ഷൻ. പിന്നെ അത് നമ്മുടെ കൂടെ പറപ്പാണല്ലോ കറപ്ഷൻ. പിന്നെ ഇത് കാശുള്ളവനല്ലേ സ്ഥാനമുള്ളൂ ലോകത്തല്ലേ. എനിക്കുണ്ട് 10 കാറ്, 25 കാറ്. ഒരാളെ കണ്ടു 150 കാറ്. നമ്മുടെ കേരളത്തിലുള്ള ഒരാളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, പേര് പറയുന്നില്ല. കണ്ടു, ഫോട്ടോ ഉണ്ട് ഞാൻ. എന്തിനാ ചെയ്യുക? അതായത് കൊല്ലത്തിൽ 365 ദിവസമാണ്. ഒരു കാറിൽ 2 ദിവസം ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 2 ദിവസം ഒരു കാർ ഉപയോഗിക്കാൻ പറ്റുമോ? എന്തിനാ ഈ കാറ്? ഒരാൾക്ക് ഒരു കാറ്. ഇതുപോലെ മഹാരാജാവ് അതേമാതിരിയാണല്ലോ. അതേമാതിരി നമ്മുടെ കാണാം മുകേഷ് അംബാനി, ഇവരുടെയൊക്കെ. ഇത് എന്തിനാ കാർ ഇത്രയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ നിങ്ങൾ ചെയ്യാൻ പോണ ഈ കാറ്? എപ്പോഴെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് പോലും അതിനേക്കാളും കൂടുതൽ നമ്പർ അടിച്ച് പിന്നെ എന്ത് ചെയ്യാം? അപ്പൊ അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവന് കാറുണ്ട്, ഒരു കാറുണ്ടെങ്കിൽ എനിക്ക് 2 കാറ്, എനിക്ക് 2 കാറുണ്ട് അവന് 4 കാറ് അല്ലേ? അങ്ങനെയുണ്ട്. ചില കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. എന്തിന് ചെയ്യാൻ പറ്റിയ എന്തിന്. ഇപ്പൊ എനിക്ക് സമയമില്ലാതെ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് അതിൻ്റെയൊക്കെ എഗൻസ്റ്റ് എന്ന് പറയുന്ന അറിയാം. നമ്മുടെ മലയാളത്തിലെ ശ്രീനിവാസൻ നടന്റെ ഒരു ചെറിയൊരു കഥ യൂട്യൂബിലുണ്ട്, നോക്കിയുള്ള എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയാൾ പണ്ട് കുട്ടിക്കാലത്ത് വിനീത് ശ്രീനിവാസൻ അച്ഛൻ, നമ്മുടെ ഫേമസ് ആക്ടർ, അയാൾ പറയേണ്ടത് എനിക്ക് വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയത്. അയാൾ കുറെ വിഡിത്തരങ്ങൾ പറയും, പക്ഷെ നല്ലതും പറയും. പക്ഷെ തമാശ രൂപേണയാണ് പറയുക. അതാണ് ചിലപ്പോൾ കുറിക്ക് കൊള്ളുന്ന വിധത്തിലാണ് പറയുന്നത്. കണ്ടോളൂ. അയാളുടെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അമ്മ മാർക്സിസ്റ്റായിരുന്നു. രണ്ടും ഇല്ലാതാ. അയാള് മലയാളത്തിൽ പറഞ്ഞ് ഞാൻ രണ്ടും കെട്ടവനായിരുന്നു. ഇങ്ങനെയാണ് തമാശ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അയാൾ താമസിക്കുന്ന സമയത്ത് ജോലിയില്ലാണ്ട് വട്ടം തിരിഞ്ഞു, സ്കൂളിലേക്കും പോയില്ല, അങ്ങനെ പല അവസാനം ഒരു കുട്ടിയായിട്ട് പ്രേമിച്ചു. അതായത് ഇന്നത്തെ സിംഗറുടെ അമ്മ. മനസ്സിലായില്ലേ? ഇത് യൂട്യൂബിലുണ്ട്, ഞാൻ നുണയല്ല പറയുന്നത്, യൂട്യൂബിൽ നോക്കിക്കോളൂ. അതുണ്ട്. ജലീലൊക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണം അവിടെ ഒരു സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ശ്രീനിവാസൻ അടിച്ച കാണാല്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും അയാൾ പറയുന്നത്. നോക്കുമ്പോ ഇയാൾക്ക് പെൺകുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹിക്കാൻ നോക്കുമ്പോ കല്യാണം കഴിക്കാൻ ആവശ്യമില്ല, 10 പൈസ ഇയാളുടെ കയ്യിലില്ല. അവസാനം എന്ത് ചെയ്തു? ഈ അന്ന് സിനിമയിൽ എന്തോ 1-2 സിനിമയിൽ മാത്രം ചെറിയ റോളൊക്കെ ചെയ്തുള്ളൂ, കാശും ഇല്ല ഇനി. അല്ലെങ്കിൽ ആ കുട്ടി ആരെങ്കിലും വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു പോയി എന്ത് ചെയ്യും? അച്ഛനമ്മയ്ക്ക് അറിയില്ല ഈ സ്നേഹം. അവസാനം സമ്മതി കൂടുതൽ ദീർഘിച്ചു പോണ്ട. അവസാനം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ മരിച്ചുപോയ ഇന്നസെന്റിന്റെ അടുത്ത് പോയിട്ട്, ഓർക്കണേ ഇന്നസെന്റ് ക്രിസ്ത്യനാണ്, മനസ്സിലല്ലേ? ഞാനിപ്പോ ക്രിസ്ത്യൻ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയല്ല, നോക്കിക്കോളൂ എങ്ങനെ പോണ പോക്ക്. ഇന്നസെന്റിന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ എനിക്കൊരു 1000 രൂപ. എന്തിനോടൊക്കെ 1000 രൂപ? അപ്പൊ ഇന്നസെന്റിൽ അധികം പൈസ ഒന്നുമില്ല, 100-1000 ഉള്ളൂ അയാളുടെ കയ്യിലപ്പോ. അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കഥയാണല്ലോ അത്. അപ്പോ എന്തിനാണ്? എന്റെ കല്യാണ എന്ന് നാളെ. എടാ നീ എന്താ എന്നെ വിളിക്കാൻ? നിങ്ങൾ വരണ്ട, അതിനെന്നെ വന്നാ ചോറ് തരാൻ കാശില്ല. അവരോട് പറഞ്ഞ വന്നാൽ ചോറ് തരാനൊന്നും കാശില്ല, എന്റെ കാശൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ കടം മേടിക്കില്ല. അപ്പോ ഇത് എന്തിനാണെന്നറിയോ? ഭാര്യയ്ക്ക് ഒരു സാരി മേടിക്കണ്ടേ കല്യാണത്തിന്, അതിന് വേണ്ടിയിട്ടാണ്. ഈ പുടവ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് 1000 രൂപ വെച്ച്. അപ്പൊ അവസാനം അതും കൊണ്ടുപോയി. അതും കൊണ്ട് വീട്ടിൽ പോയപ്പോ
അമ്മോട് പറഞ്ഞത് അങ്ങനെ ഞാൻ കല്യാണം കഴിക്കും. ആരാണത്? അങ്ങനെ ഒരു കുട്ടിയാണ്. എന്റെ വല്ല കാശൊന്നും എന്റെ ജോലി ഉണ്ടോ, വല്ല 10 പൈസ ഉണ്ടോ എന്ന് അമ്മ ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. പിന്നെന്ത് ചെയ്യാ, കല്യാണം എങ്ങനെ കഴിയും? ഞാനൊരു സാരി മേടിച്ചിട്ടുണ്ട്. എടാ താലി കെട്ടണ്ടേ എന്ന് ചോദിച്ചു. താലി കെട്ടാൻ? അയ്യോ, താലി കെട്ടണോ? അതെങ്ങനെ, എന്താണ് ചെയ്യുക? അവൻ സ്വർണം വേണം അതില്. നീ ഇപ്പൊ അത് ഇതിൻ്റെതായ വല്ല കയറ് മറ്റേത് കയറ് ശരി, അതിൽ കെട്ടി താലി വേണ്ടേ? അപ്പൊ താലിക്ക് പൈസയില്ല. പിറ്റേ ദിവസം കല്യാണം. അപ്പോഴാണ് അയാൾ ഓർത്തത് തലശ്ശേരിയില് മമ്മൂട്ടി ഷൂട്ടിങ്ങിന് വന്നു. അപ്പൊ ഇയാള് 1, 2 പടം 3 പടത്തിലേ അഭിനയിച്ചു. മമ്മൂട്ടി അറിയാം. അപ്പൊ അവിടെ ലൊക്കേഷനിൽ പോയി ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂട്ടി എനിക്ക് മമ്മൂക്ക എനിക്ക് 2000 ഉറുപ്പ്യോളം. എന്തിനാ ശ്രീനിവാസൻ 2000 രൂപ? എന്റെ കല്യാണമാണ്. നീ എന്താ എന്നെ വിളിക്കാഞ്ഞ്? വരണ്ടാച്ചിരുന്നേ. അപ്പോൾ അല്ലല്ല ഞാൻ വരും. അവർ വരരുതേ, കോളാക്കരുതേ, ഞാനൊന്ന് കല്യാണം കഴിച്ച് പോക്കോട്ടെ. എനിക്ക് കാരണം നിങ്ങൾ വന്ന പോലീസും പട്ടാളമൊക്കെ വേണം അവിടെ തിരക്കെ. ഞാൻ ഒന്ന് താലി ചേർത്ത് ഞാൻ പോക്കോട്ടെ. നിങ്ങൾ വരരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കാത്തത്. കല്യാണമാണ്, പക്ഷെ നിങ്ങൾ വരരുത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു വരരുതേ. അങ്ങനെ അയാള് 2000 രൂപ കൊടുത്തു. നോക്കിയോളൂ, അയാളെ ഞാനൊന്ന് വേഗത്തിൽ പറയട്ടെ. അയാള് വേഗം താലി മേടിച്ചു. ഓർക്കണേ, താലി മേടിച്ചു. അപ്പൊ ഓർക്കണം, ക്രിസ്ത്യന്റെ 1000 രൂപയ്ക്ക് സാരി. മമ്മൂട്ടി ഒരു മുസ്ലിമിന്റെ ആ കാശ് കൊണ്ട് താലി. കല്യാണം കഴിച്ചത് ഹിന്ദു. അയാളെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്ത് മതം, എന്ത് ദൈവം? ജീവിക്കണമെങ്കിൽ ഇതണക്കെയാണ് ജീവിതം എന്ന് അയാളുടെ ഒരു ഡയലോഗ് ഉണ്ട്. ഇല്ലെങ്കിൽ അത് യൂട്യൂബിൽ നോക്കിയുള്ളൂ. അത് എനിക്ക് വളരെ അട്രാക്ഷനായി തോന്നി. കാരണം നമ്മളെ എല്ലാവരും ഒന്നായിട്ട് കാണണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അയാളുടെ ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, താലി കെട്ടാൻ മുസ്ലിംസാണ് എനിക്ക് താലിക്ക് കാശ് തന്നത്. അതേ പ്രകാരം സാരി ഇതിന്റെ കല്യാണ സാരി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അൺനെസസറി നമ്മൾ ഇതിലൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. എല്ലാ മനുഷ്യരും ഒരേ മാതിരിയും ഇതിലുള്ള നമ്മൾ ട്രീറ്റ് ചെയ്യുക. എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാവരും പരസ്പര സഹായത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പഠിക്കുക. പിന്നെ വേറൊരു കാര്യം, ഗവൺമെന്റും പിന്നെ ഈ സോഷ്യൽ ഇതിലെ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അനവധി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട്. ഇതൊക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ പ്രധാന ഉദ്ദേശം പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല, ടു സെർവ് ദ ജനറൽ പബ്ലിക്, ടു എക്സ്റ്റെൻഡ് വെൽഫെയർ ഫെസിലിറ്റീസ്. വീടായിക്കോട്ടെ, ട്രാൻസ്പോർട്ട് അലവൻസ്, ഡിയർനെസ് അലവൻസ് ആയിക്കോട്ടെ, ബേസിക് ആയിക്കോട്ടെ, LTC ആയിക്കോട്ടെ, മറ്റേ എന്ത് ബോണസ് ആയിക്കോട്ടെ, ജീവിതം കെട്ടിപ്പടുക്കട്ടെ. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇത് സ്ഥാപിക്കണം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി വിച്ച് ദ ഫസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ഇന്ത്യ. ദൂരവാണി നഗർ ഇവിടെ ബാംഗ്ലൂർ. അപ്പൊ ഈ നിങ്ങൾ വിചാരിക്കാതെ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതല്ല അതിന്റെ ഒബ്ജക്റ്റീവ്. അതായത് നിലവിളക്കുമാണ് നമ്മുടെ ഇന്ത്യയുടെ ഇതൊക്കെ. ഓരോരോ പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അറ്റോമിക് എനർജിയുടെ കീഴിലുണ്ട്, ന്യൂക്ലിയർ ഫ്യൂൽ കോംപ്ലക്സ് ഉണ്ട്, ECIL ഉണ്ട്, നമ്മുടെ ISROന്റെ കീഴിലുണ്ട്, അതേമാതിരി നാഷണൽ തെർമോപവർ, സ്റ്റീൽ അതോറിറ്റി, ഓരോ ഫീൽഡിലാണ്. അങ്ങനെയല്ലേ നമ്മൾ സെൽഫ് റിലയന്റ് ആവുന്നത്. അല്ലാണ്ട് ചുമ്മാ രാഷ്ട്രീയ കെമിക്കലിനും ഫെർട്ടിലൈസർ നോക്കുന്നു, FACT ഫെർട്ടിലൈസർ നോക്കുന്നു. നമ്മുടെ ഇതുണ്ട്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കംപ്ലീറ്റ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എല്ലാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ്. അതൊക്കെ നമ്മുടെ ഓരോരോ വികസനത്തിന് വേണ്ടി നമ്മുടെ അതേമാതിരി പ്രൈവറ്റിലുണ്ട്. പിന്നെ അപ്പൊ ആദ്യം ഞാൻ സെൻട്രൽ ഗവൺമെന്റ് പറയട്ടെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി സർവീസിന്റെ, നമ്മുടെ സോഷ്യൽ ആയിട്ട് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്. നെക്സ്റ്റ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മറക്കാൻ പറ്റും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒറ്റ പേര്, ടാറ്റ അയറൻ സ്റ്റീൽ 1920 സ്റ്റാർട്ട് ചെയ്തതാണ്. ജംഷഡ്പൂർ 1 ലക്ഷം 2 ലക്ഷം ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2 ലക്ഷം, 1 ലക്ഷം എടുത്തോളൂ, 2 ലക്ഷം ഉണ്ടായിരുന്നു, 1 ലക്ഷം എടുത്തോളൂ. എന്നാൽ തന്നെ 5 ലക്ഷം ആളുകൾക്ക് പട്ടിണി എടുക്കില്ല. ഒരാൾ ജോലി ചെയ്താൽ 5 ആൾക്ക് ഭക്ഷണം കഴിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം സ്ട്രൈക്ക് ഉണ്ടായിട്ടില്ല അവിടെ. ഞാൻ എന്താണ് പറയുന്നത്? സർവീസ് ടു ദ സൊസൈറ്റി, സോഷ്യൽ എന്റർപ്രൈസ്. അവര് എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും, ഹോസ്പിറ്റലൈസേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷനോ, എല്ലാ കോളേജ്, സ്കൂള്, ഗ്രാറ്റുവിറ്റി, ബോണസ് എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ
അവിടെ നല്ലതല്ലേ? ബജാജ് ഇതിൻ്റെ നോക്കുള്ളൂ. എല്ലാ എത്രയോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലയൻസിന്റെ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആകട്ടെ, ടാറ്റ. അപ്പൊ ഇതൊക്കെ പ്രൈവറ്റിലും ഗവൺമെന്റിലും. പിന്നെ NGOs ഉണ്ട്, അവരൊക്കെ നല്ല 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 സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ എന്റർപ്രൈസ് അങ്ങനെ വളർന്നു വരുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ, ഇഫ്കോ ഫെർട്ടിലൈസർ, ഇതൊക്കെ ഉണ്ട്. നമ്മ ഗുജറാത്തിലായിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, ഇങ്ങനെ സോഷ്യൽ മൂവ്മെന്റ്. ഈ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പല പല ഇതുണ്ടല്ലോ, ഡൊമൈൻ, ഇൻഡിക്കേറ്റ് പ്രൊഫഷൻ, അങ്ങനെ 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 പോകുന്നുണ്ട്. ടാക്കിൾ സോഷ്യൽ പ്രോബ്ലം, ഇതെല്ലാം മനുഷ്യന് നല്ല കാര്യങ്ങള് സഹായത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഞാൻ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതാണ് ഇതൊക്കെ. നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ ശരിക്ക് ഷെയർ ഹോൾഡർ പലതിലും. പിന്നെ ഇത് 310ഓളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റ്. പ്രൈവറ്റ് സെക്ടർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, എത്ര പ്രൈവറ്റ് ആണെന്ന്. അൺലിമിറ്റഡ് 60% പ്രൈവറ്റ് സെക്ടറാണ്. 60 മീതിന്റെ എത്ര 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 പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ട്. ഈ ടോപ്പ് റൈറ്റ് പ്രൈവറ്റ് സെക്ടർ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി മാത്രമല്ലേ. പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന്റെ അതിൽ നിന്നൊരു ശതമാനമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക. അല്ലാണ്ട് നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനി ഓടുവോ? നഷ്ടം ഉണ്ടാക്കാൻ പബ്ലിക് സെക്ടറിന്റെ ഇടയ്ക്ക് നഷ്ടം ഉണ്ടായാലും ഓടും. ഇപ്പൊ നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ഒരു 20-25 കൊല്ലം മുമ്പേ അത് സിക്കി യൂണിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇപ്പോഴും പിരിച്ചുവിട്ടിട്ടില്ല. FACT ഇപ്പോഴും ശമ്പളം കൊടുത്തോണ്ടിരിക്കണല്ല. അപ്പോ ഇത് പ്രോഫിറ്റിന് വേണ്ടിയല്ല. പക്ഷെ പ്രൈവറ്റ് സെക്ടർ അങ്ങനെയല്ല. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അപ്പ അടയ്ക്കും കമ്പനി, മനസ്സിലായില്ലേ? പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. സോ നേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോസിൽ പോവാണ് വിചാരിക്കുക, അടയ്ക്കാൻ പറ്റുമോ? ഫെഡറൽ ബാങ്ക് ലോസാണ് വിചാരിക്കുക, പൂട്ടുമാര്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് എല്ലാം ക്ലോസ് ചെയ്യും. ആരോടും ചോദിക്കേണ്ട, അവരുടെ ബോർഡ് തീരുമാനിച്ചാൽ മതി, മനസ്സിലായില്ലേ? റിസർവ് ബാങ്കിന്റെ അപ്രൂവൽ എടുക്കും, കഥം. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് പറ്റില്ല. നാഷണലൈസ് ബാങ്ക്സ് ആണ്, പാർലമെന്റ് അപ്രൂവൽ ഉണ്ട്, അത് അത്ര എളുപ്പമല്ല. അപ്പൊ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് തേർഡ് സെക്ടർ, കമ്മ്യൂണിറ്റി ബേസ്ഡ്, അതേമാതിരി ഓരോ കമ്മ്യൂണിറ്റി, SNDP, നായർ സർവീസ് സൊസൈറ്റി, ഇതൊക്കെ ഓരോ സർവീസ് സെക്ടർ. ഇതിൽ അവരും ഓരോരോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എത്രയോ കോളേജസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എത്രയോ നല്ല നല്ല സേവനങ്ങളുടെ ഹോസ്പിറ്റൽസും പലത്. അങ്ങനെ ഞാൻ ചെറിയ ഉദാഹരണങ്ങളാണ്. എത്രയോ ആളുകള് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇതുണ്ട്. അങ്ങനെ പല രാജ്യത്ത് സ്റ്റേറ്റിലും ഉണ്ട് ഇതേമാതിരി. ഓപ്പണിംഗ് സോഷ്യൽ എന്റർപ്രൈസിനെ പറ്റിയിട്ട് ഫീൽഡ് അപ്രിസിയേഷൻ, ലുക്ക് ഇൻ ടു ദ ഫ്യൂ എന്റർപ്രൈസ് അക്കോർഡിംഗ് ടു എന്താ പറയുക, സോഷ്യൽ എന്റർപ്രൈസ് ക്രിയേറ്റ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ. ഇവിടെ ഞാൻ പറയട്ടെ, സോഷ്യൽ എന്റർപ്രൈസ് ഒരു ചെറിയ കൊച്ചു കാര്യം പറയട്ടെ. നമ്മുടെ സാനിറ്ററി പാഡ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ സ്ത്രീകൾ അതൊക്കെ ഉണ്ടാക്കുന്ന ചില ഇൻഡസ്ട്രീസ്, നമ്മുടെ സ്ത്രീകൾ തന്നെ മറ്റേതൊക്കെ ഇതൊക്കെ നല്ല വളരെ എന്താ പറയണ്ടേ, ഹെൽത്തി, ഇതൊക്കെ മൊബിലൈസ്, ഐഡിയ, കപ്പാസിറ്റി, റിസോഴ്സസ്, സോഷ്യൽ, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ എന്റർപ്രൈസ് ഇൻക്ലൂഡിംഗ് ഐഡന്റിഫിക്കേഷൻ സ്പെസിഫിക് സോഷ്യൽ പ്രോബ്ലം, ഓരോരുത്തരുടെ ജീവിത പ്രശ്നങ്ങൾ നോക്കി അതനുസരിച്ചുള്ള ചില, അവർക്ക് ഈ മുന്നേ ഒരു നിവൃത്തിയില്ല വിചാരിക്കുക. അപ്പൊ മസാലപ്പൊടി ഉണ്ടാക്കിയിട്ടെങ്കിൽ ജീവിക്കുന്നുണ്ടോ ചിലര്, അല്ലെ? ദോശമാവ് ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നില്ല ചിലര്, മുറുക്കുണ്ടാക്കിയിട്ട് ജീവിക്കുന്നില്ല ചിലര്. പാലക്കാട് കൽപ്പാത്തിയിലൊക്കെ പോയി നോക്കിയേക്കും. അപ്പൊ ഇതൊക്കെ ചില സോഷ്യൽ എന്റർപ്രൈസ് ആണ്. ഇതൊക്കെ അവരുണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് മറ്റുള്ളവരുണ്ടാക്കുന്നു, അവർ മറ്റവർക്ക് ജോലി കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, ലഡ്ഡു ഉണ്ടാക്കണം, മറ്റേ ഇതൊക്കെ അങ്ങനെ, അതൊക്കെ അങ്ങനെ അങ്ങനെ സമൂഹത്തിൽ ഓരോരോ എന്റർപ്രൈസ് ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ പലതും 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 കേട്ടോ. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കുടുംബശ്രീയാണ്, സോഷ്യൽ എന്റർപ്രൈസ്, മനസ്സിലായോ? അടുത്ത് പീറ്റർ ഡ്രക്കർ, അറിയാലോ, ഇദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് എക്സ്പെർട്ട്, MBO, അതായത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് കണ്ടുപിടിച്ച ആളാണിത്. ഏകദേശം 38-39 ബുക്ക് എഴുതിയിട്ടുണ്ട് അയാളെ. മാനേജ്മെന്റ് ഫിലോസഫി കംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ആണ്. ഇയാൾ ആസ്ട്രേലിയയിൽ ജനിച്ച് അമേരിക്കയിൽ പ്രൊഫസറായി വർക്ക് ചെയ്ത് നമ്മുടെ അവസാനം 96-ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ പ്രസിഡന്റ്, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ടോപ്പ് മോസ്റ്റ് സിവിലിയൻ അവാർഡും ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ മാനേജ്മെന്റ് കൺസെപ്റ്റാണ് പീറ്റർ എഫ് ഡ്രക്കർ. അപ്പോ MBO മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അദ്ദേഹത്തിൻ്റെതാണ്. പിന്നെ ഗ്രെഗറി ഡീസ്, ഫാദർ ഓഫ് സോഷ്യൽ എന്റർപ്രൈസ്, എഡ്യൂക്കേഷൻ, ക്യാരക്ടർ, റോൾ ഓഫ് എ സോഷ്യൽ എന്റർപ്രൈസ്, അഡാപ്റ്റ്, അതിനെ പറ്റിയിട്ടാണ്. എൻഗേജിങ് എ പ്രോസസ് കണ്ടിന്യൂസ്, അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെയാണ്. എക്സിബിറ്റിംഗ് ഹൈറ്റ് സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ടു ദ കോൺഷ്യസ്, അതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അടുത്ത് അക്കോർഡിംഗ് ടു വേറെ ഒന്ന് ഡ്രേട്ടൺ ആൻഡ് ഹേമണ്ട്സ്,
The characters include the following: having a new idea of solving critical social problem, creative, having entrepreneurial personality, enhancing the broad social, അല്ലാതെ ജനങ്ങളുടെ ബ്രോഡായിട്ട് നമ്മൾ സോഷ്യൽ ഇമ്പാക്ട് ഓരോന്ന് നോക്കണം. നമ്മളൊരു വലിയ കമ്പനി സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയർ ബൈ ആൻസിലറി യൂണിറ്റും നമ്മൾ ഉണ്ടാകുന്നുണ്ട്. കണ്ട് മാരുതി പ്ലാന്റ് തൊട്ടടുത്ത് അതിൻ്റെ ഗിയർ ബോക്സും മറ്റേത് ഉണ്ടാക്കുന്നതും പല കാര്യങ്ങൾ ചെറിയ ചെറിയ കൊച്ചു ടയർ കമ്പനികളും മറ്റേതൊക്കെ 4 പുറം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ആണ് കംപ്ലീറ്റ്. ഒന്ന് നിലവിൽ, അതായത് ഒരു വൃക്ഷം ഉണ്ടായാലേ അതിന്റെ തണല്, ആ തണലുണ്ടെങ്കിൽ അതിൽ ഇരിക്കാൻ പറ്റൂ. അങ്ങനെ അടുത്ത് ഇതിലെ ബോസ്റ്റൺ സ്റ്റേറ്റ് ദാറ്റ് സോഷ്യൽ എന്റർപ്രൈസ് ആർ മെന്റ് ഓപ്പൺ ന്യൂ പോസിബിലിറ്റി ബൈ ഇൻട്രൊഡ്യൂസ് ഇന്നോവേറ്റീവ്, വളരെയധികം ഇന്നോവേറ്റീവ്. പിന്നെ കമ്പൈൻ വിഷൻ, ഡൗൺ ടു എർത്ത് റിലീസൺ. നമ്മുടെ അബ്ദുൽ കലാമിന് എടുത്തോളൂ, ഡൗൺ ടു എർത്ത്, ഹയർ വിഷൻ, അതായത് വളരെ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ് എടുക്കൂ. ഡൗൺ ടു എർത്ത് പേഴ്സൺ. പാവം ഒരു ചപ്പലും ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, 2 പാൻറ്റും 2 ഷർട്ടേ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? കണ്ണ് പോലും കാണില്ല, മുടി ഇങ്ങോട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രസിഡന്റ് ആയതിനു ശേഷം മുടി വെട്ടി ഇങ്ങോട്ടാക്കിയത്. വളരെ സിമ്പിൾ. എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ചെറിയത്, ആരും ഇല്ല, മാരേജ് പോലും ചെയ്യത്തല്ലേ, അദ്ദേഹത്തിന് ആരെങ്കിലും ടിഫിൻ കാരിയിൽ കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. വളരെ സിമ്പിൾ. പക്ഷെ അയാളുടെ തിങ്കിങ്, അവർ മിസൈൽ മാൻ, എത്രയോ PhD അയാൾ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തരതേന്ന്. അത് എത്രയോ ബുക്കുകളെ ക്രിയേറ്റ് ചെയ്യും. എന്താ അയാളുടെ ബുക്ക് ഒന്ന് വായിച്ചു നോക്കൂ. നമുക്ക് അത്ര വളരെ വളരെ നമ്മുടെ റോൾ മോഡൽ എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? റോൾ മോഡൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാളെ നോക്കൂ, 10 പൈസ പോയി, അത് അയാൾക്ക് ഗവൺമെന്റിൽ ജോലി ചെയ്ത പൈസ പോലും ആരോ തട്ടിക്കൊണ്ടുപോയി. കാര്യം അറിയാം, എനിക്കറിയാം. എന്താ, ഞാൻ DRDO അയാളെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയുണ്ട്. പിന്നെ അടുത്ത ഡെഫിനിഷൻ, സ്പെഷ്യൽ മിഷൻ, സോഷ്യൽ ഇന്നോവേഷൻ, സോഷ്യൽ ചേഞ്ച്, എന്റർപ്രീനിയർ സ്പിരിറ്റ്. അപ്പൊ ഇതിലൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി, സോഷ്യൽ എന്റർപ്രൈസ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി റിസ്ക്. ഇതിൽ ചിലപ്പോൾ നമ്മൾ ഓരോരോ കമ്പനി സ്ഥാപിക്കുമ്പോൾ നമ്മളെ എപ്പോഴും കുറച്ച് ഇതൊക്കെ എടുക്കണം, റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ അതാണ് പറയുന്നത്, പേഴ്സണാലിറ്റി ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റി, സോഷ്യൽ മിഷൻ, ചില ഇന്നോവേഷൻ, അതേമാതിരി ചില ഇതില്ലേ കണ്ടുപിടുത്തം, ഇതൊക്കെ വേണ്ടി അങ്ങനെ ഓരോ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് സ്റ്റാർട്ടപ്പും മറ്റും ഇതൊക്കെ ഉണ്ടല്ലോ, അതന്നെ സോഷ്യൽ എന്റർപ്രൈസ്. ചെറിയ കമ്പനികൾ 1, 2 അല്ലെങ്കിൽ 4, 5, 10, 15 ആളൊക്കെ ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ കോൺടാക്ട്സ്. അപ്പോ നമ്മുടെ ഇന്ത്യയില് ഇവിടെ ശ്രദ്ധിക്കുക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വളരെ പരിതാപകരമായ സ്ഥിതിയാണ് ഇന്ത്യക്ക്. 189 രാജ്യത്തില് 2020 റിപ്പോർട്ട് എക്കണോമിക് ടൈംസ് പ്രകാരം ഈ 131ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്. ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ. വളരെ പരിതാപകരം, വളരെ മോശം. നോക്കൂ, ഞാനല്ല, നിങ്ങളുടെ ബുക്കിലുള്ളതാണ് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാവും, ഉത്തരം മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയാണോ വേണ്ടത്? 189 രാജ്യത്തിൽ 134 സ്ഥാനം. അപ്പൊ ഇന്ത്യ, അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രോയിങ് ആണെന്ന് വെച്ചാൽ ശരി, ലോങ് വേ ടു ഗോ ടു മീറ്റ് fulfill this health, education, standard of living. അതന്നെ. India is still grappled with socio-economic issues such as poverty, illiteracy. ഒക്കെ ഉണ്ടല്ലോ, എല്ലാം വായിച്ച മനസ്സിലാവില്ല. അൺഎംപ്ലോയ്മെന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ദാരിദ്ര്യം, ഇല്ലിറ്ററസി, ഇതൊക്കെ ഉണ്ടല്ലോ പരിപാടികൾ. അപ്പൊ ഇങ്ങനെയൊക്കെ എൻകറേജ് യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വളരെ, യൂണിവേഴ്സിറ്റി ഒക്കെ വളരെ നല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം നല്ല യൂണിവേഴ്സിറ്റി ആയിട്ട് പറയുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൊമോട്ട് സോഷ്യൽ വെഞ്ചർ ഫണ്ട്, നല്ല സ്കിൽ ഡെവലപ്മെന്റ്, ബിസിനസ് ഇൻക്യുബേറ്റർ, ഇതിനൊക്കെ ഗവൺമെന്റ് സഹായങ്ങളും പലതും കൊടുക്കണം. മനസ്സിലായി? അങ്ങനെ സോഷ്യൽ എന്റർപ്രൈസസിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. UNDP ഇതിന്റെ ഓരോന്നുണ്ട്. തേർഡ് ഡെവലപ്മെന്റ്, ഇത് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിനെ പറ്റിയാണ് പറയുന്നത്. ഇതില് പാർട്ണർഷിപ്പ് ബേസിസിൽ നമുക്ക് ചെയ്യാം. ഇനി കൺക്ലൂഷൻ, social entrepreneurship is a global phenomena and social enterprises are spread across the world. Encountering the social problem being faced by the poor. In this context, social enterprise provide the key to unlock the potential. സാധിക്ക അതുപോലെ പലർക്കും ജോലി are mainly dissatisfied with the change resistance. ചിലപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും ചേഞ്ചസിന്റെ, മെഷീനറി മറ്റേതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതുണ്ടാ തടസ്സം ഉണ്ടായിരിക്കും. Therefore, keep identifying. സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി സാഹചര്യം കാത്തിരിക്കില്ല. Historically, the organization working to solve social issues have been labeled not for profit. ഇതെല്ലാം പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല. Social enterpreneurship indeed has become an established profession, vocation, and as a mainstream process of development
Okay, not just in developed countries, but increasingly in countries in Asia, Africa, and Latin America. In fact, the rise of social entrepreneurship. അപ്പൊ സോഷ്യലായിട്ട് പല കമ്പനികളും പലതും സ്റ്റാർട്ട് ചെയ്തിട്ട് ജനങ്ങളെ സേവിക്കുക, അവനവനും സാമ്പത്തികമായിട്ട്. അപ്പൊ അങ്ങനെ ഫണ്ടമെന്റൽ ചേഞ്ച് വരും. നല്ല ഭരണത്തോടുകൂടി എഫിഷ്യൻസിയോടുകൂടി നമ്മൾ ഡൈനാമിസം കാണിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളും വളരും, മറ്റുള്ളവർക്കും ജോലി കിട്ടും, സ്റ്റേറ്റ് വളരും, കൺട്രി വളരും. അങ്ങനെ റെപ്രസെന്റിംഗ് ദ തേർഡ് വേൾഡ് കൊളാബറേറ്റ് വിത്ത് ഗവൺമെന്റിനോട് സഹകരിക്കുക, പബ്ലിക് സർവീസസ് ഇതൊക്കെ വളരെയധികം ഡെലിവറി ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ patience to my lecture, and this is the last unit of this course, and thank you very much. Okay, bye.